ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഈ ബന്ധത്തെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നാണ് ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഈ സമയം അവർ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്. 6 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇതിൽ. ഈ ഒരു സമയമാണ് നിങ്ങളെ അല്ലെങ്കിൽ ആ വ്യക്തിയെ പിന്നിൽ നിന്ന് കുത്തുന്നത് ആരൊക്കെയാണ് എന്നവർ മനസ്സിലാക്കുന്നത്. അവർ ചിലപ്പോൾ അത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചായിരിക്കും. പക്ഷേ ഇവർ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ച ആൾക്കാരൊക്കെയും ഇവർക്ക് ശത്രുക്കളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇവർക്കിപ്പോൾ പറ്റുന്നുണ്ട്. കാരണം ഈ ആളിപ്പോൾ ഒരു തിരിഞ്ഞു നോട്ടം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണ് എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഈ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലായതിനു ശേഷവും നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയതിന് ശേഷമായിരിക്കാം അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അത് 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇതൊരു നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങൾ ശരിക്കും വിശ്വസ്തരായ ആൾക്കാരായിരുന്നു എന്നവർ തിരിച്ചറിയുന്നുണ്ട് ഈ സമയം. കാരണം ഇവരുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിലൊന്നും ചിലപ്പോൾ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇവർക്ക് നല്ലത് വരണമെന്ന് മാത്രമായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോൾ അവരതിൽ ശരിക്കും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ശരിക്കും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ അവർ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു എന്നാണ് ഈ 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അപ്പോൾ ഒരു ഫാമിലി എന്ന നിലയിലോ, ചിലപ്പോൾ നിങ്ങൾ ഫാമിലി ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ അല്ലാതെ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരായിരിക്കാം. എന്ത് തന്നെയായാലും ആ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്ത ആളായിരിക്കും നിങ്ങൾ. അല്ലെങ്കിൽ അവർക്ക് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി വരണം എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. ഇതിലൊരു ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇവർക്കിപ്പോൾ കുറേ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്. കാരണം ഇവർ തുടങ്ങാനിരുന്ന പല കാര്യങ്ങളും സ്റ്റോപ്പായി പോയി എന്നുള്ളതാണ്. ഇവർക്കത് തുടങ്ങാൻ പറ്റാതെ ആയിപ്പോയി. ഇവർ ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും അത് ശരിയായിരുന്നില്ല എന്നൊരു തിരിച്ചറിവ് അവർക്ക് ഈ ഒരു സമയം ഉണ്ടാകുന്നുള്ളതാണ്. ചില കാര്യങ്ങൾക്ക് ഇവർ വിചാരിച്ചതായിരുന്നില്ല സംഭവിച്ചത് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ ഒരു സമയമാണ് അവരുടെ മുന്നിലുള്ള പല കാര്യങ്ങളും എന്തായിരുന്നു എന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. 7 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അവരെ ചീറ്റ് ചെയ്ത ആൾക്കാരെ അവർക്ക് ചിലപ്പോൾ ഈ ഒരു സമയം മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇതൊരു 6 ഓഫ് വാൻസിൻ്റെ ഒരു ഷാഡോയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയം അവരെ ചീറ്റ് ചെയ്തത് ആരാണെന്ന് യഥാർത്ഥത്തിൽ അവർ മനസ്സിലാക്കാൻ പറ്റി. ചിലപ്പോൾ പാസ്റ്റിൽ ഇവർക്ക് നിങ്ങൾ എത്ര പറഞ്ഞു കൊടുത്താലും ഇവർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ചില ആളുകളെ വിശ്വസിക്കരുത്, ചില ആളുകൾ കുഴിച്ചടിക്കും, അല്ലെങ്കിൽ അവരുടെ ഇൻറ്റൻഷൻ വേറെയാണ് എന്നൊക്കെ നിങ്ങൾ എത്ര പറഞ്ഞു കൊടുത്താലും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല എന്നാണ് കാണുന്നത്. പക്ഷേ ഇപ്പം അവരത് മനസ്സിലാക്കുന്നുണ്ട്. ഇതൊരു ഡെവിൾ കാർഡാണ്. അപ്പോൾ ഇതിൽ കുറേ അധികം നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നു പോയി എന്നവർ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയം. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടാകാൻ കാരണം മറ്റ് വ്യക്തികൾ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഇതിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അസൂയ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഇല്ലാതാക്കിയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുള്ള ആൾക്കാരുണ്ടായിരുന്നിരിക്കാം. അങ്ങനെ അവരുടെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നത്, വളരെ ജെന്യുവനായിട്ട് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി പോയത്. ഇതുകൊണ്ടാണ് ഈ ഒരു ഡെവിളിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടാണ് എന്നവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. ചിലപ്പം ഈ ഒരു സമയം അവർക്ക് എന്തെങ്കിലും ശരിക്കും നെഗറ്റീവായിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പം അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് തോന്നുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു ഷാഡോയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്
അവരുടെ ഒരു അൾട്ടിമേറ്റ് പ്രണയം എന്ന് പറയുന്നത് നിങ്ങളാണ്. അത് ഈ ഒരു സമയം അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളില്ലാത്ത ഒരു ജീവിതം അവർക്ക് ശരിക്കും ഒരു തരത്തിലും സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവർ പാസ്റ്റിൽ വിചാരിച്ചിരുന്നത് നിങ്ങളില്ലെങ്കിൽ അവർ ഓക്കെയാണ്, നിങ്ങളില്ലെങ്കിൽ അവർ ആ സ്വാതന്ത്ര്യത്തിൽ കൂടുതൽ സന്തോഷിക്കും എന്നൊക്കെയാണ്. പക്ഷേ ഈ ഒരു സമയം അവർക്കത് അങ്ങനെ അല്ല എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. കിങ് ഓഫ് കപ്സിൻ്റെ ഷാഡോയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഉത്തരവാദിത്വങ്ങളൊന്നും അവർ പാസ്റ്റിൽ ചെയ്തിരുന്നില്ല എന്നുള്ളൊരു കുറ്റബോധം ഈ സമയം അവർക്കുണ്ട്. ചിലപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അവർ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ സമയം കുറ്റബോധത്തോടെ അവരത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ സ്ട്രെങ്ത് കാർഡിൻ്റെ ഒരു ഷാഡോയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിൽ ഈ ഒരു കാര്യം ഒരു ഡെവിൾ തന്നെ, ഈ ഒരു ഡെവിൾ എനർജി അവർക്ക് ഉണ്ട് താനും. അപ്പോൾ അവർക്ക് ഈ ഒരു സമയം ഒരു തരത്തിലുള്ള കോൺഫിഡൻസും ഇല്ല എന്നുള്ളതാണ്. മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് പറഞ്ഞുകൂടാ. കാരണം ക്ലാരിറ്റി ഇല്ല അവർക്ക്. ഇപ്പോൾ അവരെ നിയന്ത്രിക്കുന്നത് ഏതോ തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജിയാണ് എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. പക്ഷേ നിങ്ങളുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടും അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നിരിക്കാം. പക്ഷേ ഈ സമയം അവർ വിശ്വസിക്കുന്ന ആൾക്കാരെല്ലാവരും അവരെ ചതിക്കുന്ന ആൾക്കാരാണെന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ട്. ഈ ഒരു സമയമാണ് അവർ തിരിച്ചറിഞ്ഞത്. അത് നിങ്ങൾ പോയതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായതിന് ശേഷമായിരിക്കും അവരത് തിരിച്ചറിഞ്ഞത്. അപ്പോൾ സ്ട്രെങ്ത് ഇല്ല എന്നുള്ളതാണ്. അവർക്ക് ഒന്നിനും ധൈര്യമില്ല, മുന്നോട്ട് പോകാൻ ധൈര്യമില്ല, ഒരു കാര്യത്തിനും തീരുമാനമെടുക്കാൻ ധൈര്യമില്ല. അങ്ങനെ വളരെ നെഗറ്റീവായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ ഈ ഒരു സമയമാണ് നിങ്ങൾ അവരുടെ ധൈര്യമായിരുന്നു എന്നൊക്കെ അവർ തിരിച്ചറിയുന്നത്. ഫൈവ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ അവർ പാസ്റ്റിൽ എപ്പോഴും നിങ്ങളോട് മത്സരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കാം. എല്ലാ തരത്തിലും ഈഗോ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെയും ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കാം, പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ശരിക്കും ഒരു മത്സരമാണ് എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഒരു സമയം അവർ തിരിച്ചറിയുന്നുണ്ട് അത് അവർ ചെയ്തത് തെറ്റായിപ്പോയി, ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായത്, ചെയ്ത കാര്യങ്ങളൊക്കെ മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് ഈ സമയം അവർ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് കാണുന്നത്. ലവേഴ്സ് കാർഡിൻ്റെയും ഒരു ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് നിങ്ങളുടെ ഈ ഒരു പ്രണയത്തിൽ ആവശ്യമില്ലാത്ത കുറേ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കാൻ പുറത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു നെഗറ്റീവ് എനർജി, എന്തോ ഒരു കാര്യം, ഒരു ദൃഷ്ടിദോഷമോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ടെന്ന് അവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട്. 7 ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ്. എപ്പോഴെങ്കിലും ഇത് ശരിയാകുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട്. വെയിറ്റ് ചെയ്യാം, എപ്പോഴും വെയിറ്റ് ചെയ്താൽ ഇത് ശരിയായിക്കോളും എന്നാണ് അവർ ഈ ഒരു സമയം വിചാരിക്കുന്നത്. ഒരു വെയിറ്റിംഗ് എനർജിയിലാണെന്നാണ് കാണുന്നത്. ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇതും ക്യൂൻ ഓഫ് വാൺസിൻ്റെ ഒരു ഷാഡോ സൈഡാണ്. ക്ലാരിറ്റി ഇല്ല, ഒന്നിനും ക്ലാരിറ്റി ഇല്ല, ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, പ്രതീക്ഷകളില്ല. അപ്പോൾ ഈ പ്രതീക്ഷയൊക്കെ നിങ്ങളായിരുന്നു, നിങ്ങളുടെ സപ്പോർട്ടായിരുന്നു അവർക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ എന്നുള്ളത്. അതില്ലാതായപ്പോൾ അവർക്ക് പ്രതീക്ഷ ഇല്ല എന്നവർ ഈ ഒരു സമയം തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഈ ഓവറോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ എന്തായിരുന്നു, നിങ്ങൾ എത്രമാത്രം എഫേർട്ട് ഇട്ടിരുന്നു ഈ ഒരു ലൈഫിൽ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എത്രമാത്രം സപ്പോർട്ടായിരുന്നു എന്നവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ മാറിപ്പോയതിന് ശേഷവും, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരു തരത്തിലുള്ളൊരു ഒന്നും അവരോട് സംസാരിക്കുന്നുണ്ടായിരിക്കില്ല, അവരുടെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നുണ്ടായിരിക്കില്ല, ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും നിങ്ങൾ താമസിക്കുന്നത്. എന്നാൽ പോലും നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടുന്നില്ല എന്നുള്ളതാണ്. പൂർണ്ണമായും നിങ്ങൾ അങ്ങനെ ആയപ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയത്. അപ്പോൾ അവർ ഈ റിലേഷൻഷിപ്പ് എന്തായിരുന്നു എന്നവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ്, ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.